ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് നല്ല തേൻ വരിക്ക ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ടൊരു അടിപൊളി ചക്ക പായസം, വെറും പായസമല്ല, ചക്ക പ്രഥമൻ തന്നെ നമുക്കിന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ ചക്ക ചെറുതായി ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. അതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. നമുക്കിത് മൊത്തം അരിഞ്ഞെടുക്കാം. അപ്പോൾ ചക്ക മുഴുവനും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ പാത്രമായിരിക്കണം. വീട്ടിലേക്ക് ഇഡ്ഡലി ചെമ്പിനകത്ത് വെച്ച് അകത്ത് വയ്ക്കാൻ പറ്റുന്ന പാത്രമായിരിക്കണം. നമുക്കിതിനെ ഒരു 10 മിനിറ്റോളം ഇതിനകത്ത് വെച്ച് നല്ലതുപോലെ ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ചക്ക. ഇനി നമുക്കൊരു ചെറിയ തവി കൊണ്ട് ഇതിനെ നല്ലതുപോലെ ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിലർ ഇതിനെ മിക്സിയിലൊക്കെ ഉടച്ചെടുക്കാറുണ്ട്. ഇപ്പോൾ നമുക്കങ്ങനെ വേണ്ട. നമുക്ക് പ്രഥമൻ വയ്ക്കുന്ന മോഡൽ, അതായത് ചക്കയുടെ ചെറിയ പീസ് നമ്മുടെ പായസം കുടിക്കുന്ന സമയത്ത് വായിൽ കിട്ടത്തക്ക രീതിയിൽ നമുക്കിതിനെ ഉടച്ചെടുക്കാം. അപ്പോൾ ചക്ക നല്ലതുപോലെ ഉടച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പായസം വയ്ക്കുന്നതിനുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ചക്ക എടുത്തിട്ടുള്ളൂ. ഒരു 2 സ്പൂൺ നെയ്യ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്ക് ചക്ക അതിലേക്കിടാം. അപ്പോൾ നമുക്ക് ചക്ക ചേർത്ത് കൊടുക്കാം നെയ്യിലേക്ക്. ഇനി അല്പസമയം നമുക്കതിന് ചക്കയും നെയ്യുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ നെയ്യും ചക്കയും തമ്മിൽ നല്ലതുപോലെ യോജിച്ച് വരണം. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഒരു 250 ഗ്രാം ശർക്കര ഞങ്ങൾ ഉരുക്കി അരിച്ച് വെച്ചിരുന്നതാണ്. ഇത് നമുക്ക് ഈ മിക്സിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കര പാനിയും ഈ ചക്കയുടെ മിക്സും തമ്മിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കുറച്ച് സമയം ഇളക്കിയാലേ അത് മിക്സായിട്ട് വരത്തുള്ളൂ. അപ്പം നമുക്കൊരല്പം ചവ്വരി വേവിച്ച് വെച്ചിരുന്നതുകൊണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചക്ക പ്രഥമനാണല്ലോ വയ്ക്കുന്നത്, അപ്പോൾ ഒരു ചവ്വരിയൊക്കെ ആവാം. അല്ലാതെ ചവ്വരി ഇല്ലാതെയും വയ്ക്കാം. ഇനി ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് അടിയിൽ പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കുറച്ച് ഏലക്ക പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഏലക്ക ഇവിടെ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ആ ഏലക്കയുടെ ഫ്ലേവർ ചക്കയിലും നമുക്ക് ഈ ചവ്വരിയും എല്ലാത്തിലും നല്ലതുപോലെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇതാണ്, ഈ പരുവമാവുന്നത് വരെ നമ്മൾ ഇളക്കി മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിൽ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. നമ്മൾ ഒരു തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2ാം പാല് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കുക. പാല് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് പാല് മാത്രം ആദ്യം ഒഴിച്ച് മിക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ കട്ടി പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് നല്ലതുപോലെ അലിഞ്ഞ് വരും. ഇളക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേശ്ശെ ഇളക്കി അലിയിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന 1ാം പാല് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അലിഞ്ഞ് വരുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും പാല് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെറും പായസമല്ല, ചക്ക പ്രഥമൻ തന്നെയാണ്. അടപ്രഥമൻ്റെ അതേ മോഡലിൽ തന്നെയാണ്. നമ്മൾ ആ തവി കൊണ്ട് ഉടച്ചെടുത്തത് കൊണ്ടാണ് നമുക്ക് അതുപോലെ തരികൾ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നെയ്യിൽ തേങ്ങ വറുത്തെടുക്കാം. ഉണക്ക തേങ്ങയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ചക്കപ്രഥമന് ടേസ്റ്റ് കിട്ടുന്നത് തേങ്ങയാണ്. അണ്ടിപ്പരിപ്പിനേക്കാൾ നല്ലത് തേങ്ങയാണ്. ഇനി നമുക്കിതിൽ കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യിൽ വറുത്ത തേങ്ങയും മുന്തിരിയൊക്കെ നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട്. നല്ല മണമുള്ള തേൻ വരിക്ക ചക്കയായിരുന്നു. അതിൻ്റെ ഫ്ലേവർ നല്ല ഇതുപോലെ എടുത്തറിയിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കാം ഇനി. അപ്പോൾ ഈ ചക്കക്കാലത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ചക്ക പ്രഥമൻ തന്നെ ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വരിക്കച്ചക്കയുടെ പ്രഥമൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും നല്ല ഇതുപോലുള്ള കിടിലൻ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരും. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ.